പാകത്തിൽ കൂട്ടിയെടുത്ത സിമന്റ് ചാന്ത് കണക്കെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ അക്ഷരങ്ങൾ ചേർത്ത് മിനുക്കിയെടുക്കുകയാണ് സിദ്ദിഖ് അമ്പലപ്പുഴ. ജീവിതം കെട്ടിപ്പടുക്കാനുള്ള തന്ത്രപ്പാടുമായി കെട്ടിട നിർമ്മാണ തൊഴിൽ ചെയ്യുമ്പോഴും മനസ്സിൽ കഥയും കവിതയും ചേലോടെ അടുക്കി വെക്കാൻ ഈ എഴുത്തുകാരൻ സമയം കണ്ടെത്താറുണ്ട്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ലൈറ്റ് ഹൗസ് സ്വദേശിയായ സിദ്ദിഖ് അമ്പലപ്പുഴയ്ക്ക് ജീവിതം എത്രത്തോളം വിലപ്പെട്ടതാണോ അത്ര കണ്ട് തന്നെ വലുതാണ് എഴുത്തും. വിവിധ പ്രസിദ്ധീകരണങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമായി നിരവധി രചനകൾ സിദ്ദിഖിന്റേതായി പുറത്തു വന്നിട്ടുണ്ട്. പരേതരായ അബൂബക്കർ ബീവാത്തു ദമ്പതികളുടെ 8 മക്കളിൽ ഏറ്റവും ഇളയവനായി ജനിച്ച സിദ്ദിഖ് ജീവിത പ്രാരാബ്ധം മൂലം പഠനം 10ാം ക്ലാസ്സോടെ അവസാനിപ്പിക്കുകയായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ എഴുത്തിനോടും വരയോടും വല്ലാത്ത കമ്പം തോന്നിയിരുന്നുവെങ്കിലും എത്ര എഴുതിയാലും തെളിയാത്തത്ര പരുപെടുത്തതായിരുന്നു സിദ്ദിഖിന്റെ ജീവിത സാഹചര്യം. സ്കൂൾ യുവജനോത്സവത്തിൽ കഥാരചനയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു എഴുത്തിന്റെ തുടക്കം. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്കേ കൂലിപ്പണിക്കിറങ്ങിയതായിരുന്നു സിദ്ദിഖ്. പെരുന്തോട്ടിലൂടെ വഞ്ചിയിലെത്തിക്കുന്ന മണലും ചെളിയും ഭാരവണ്ടിയിൽ കയറ്റാനും പറമ്പുകളിലെ തെങ്ങിൻ തടങ്ങളിൽ ചുമന്നിടാനും സിദ്ദിഖ് ഉണ്ടാകുമായിരുന്നു. പിന്നീട് തയ്യൽ തൊഴിലാളിയായെങ്കിലും അധികകാലം അത് നീണ്ടില്ല. ശ്രീനാരായണപുരത്തെ വാഴൂർ അമ്പലനടയിൽ നിന്നും കിഴക്കോട്ടേക്കൊഴുകുന്ന കനാൽ നിർമ്മാണത്തിനായി തോട് കുഴിച്ച് കരിങ്കൽ ചിറ കെട്ടുന്ന കാലത്താണ് സിദ്ദിഖ് സ്ഥിരമായ ഒരു കൂലിപ്പണിക്കാരനായി മാറിയത്. എഴുത്തും വരയുമൊന്നും ജീവിത യാഥാർത്ഥ്യത്തിനു മുന്നിൽ നിറം മങ്ങിപ്പോയില്ല. 1997 ഡിസംബർ 2 മാതൃഭൂമി വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കുടകൾ എന്ന കഥയാണ് സിദ്ദിഖിന്റെ എഴുത്തുകാരനെ വായനക്കാരന് മുന്നിലെത്തിച്ചത്. തുടർന്ന് ഇബ്രു എന്ന കഥ വാരാന്ത്യ മാധ്യമത്തിലും വന്നു. ഗതകാല സ്മൃതികൾ എന്ന കഥയ്ക്ക് ഇരട്ടപ്പുഴ ജയഭാരതി ക്ലബിന്റെ EP സുഷമ സ്മാരക ചെറുകഥാ പുരസ്കാരവും ഇരിങ്ങാലക്കുട നടവരമ്പ് ജനകീയ സംഘം കഥാപുരസ്കാരവും ഇത് നേടി. ഈ കഥ ഡി ലിയോൺ എഡിറ്ററായുള്ള തീനാളം മാസികയിലും പ്രസിദ്ധീകരിച്ചു. പട്ടേപ്പാടം AKG പഠന കേന്ദ്രം വായനശാലയുടെ കഥാമത്സരത്തിൽ ലൈലത്തുൽ ഖദർ എന്ന കഥ 1ാം സമ്മാനം നേടി. നുറുങ്ങ് മാഗസിനിൽ ചില മിനി കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൊടകര മറ്റത്തൂർ മഞ്ജുഷ ടീച്ചർ സ്മാരക കവിതാ മത്സരത്തിൽ ഗർവാംപസി എന്ന കവിത സമ്മാനാർഹമായി. പിറന്ന മണ്ണിന്റെയും മൺമറഞ്ഞ ചില നന്മയുള്ള മനുഷ്യരുടെയും കഥ പറഞ്ഞ ഒരു പായക്കഥ. കടലിന്റെ രൗദ്രതാണ്ഡവത്താൽ ഉണ്ടുറങ്ങിയ വീടും സ്വസ്ഥതയും നഷ്ടമായ നിസ്സഹായരായ മനുഷ്യജീവിതം അനുഭവിച്ചറിഞ്ഞുകൊണ്ടെഴുതിയ ഏറ്റം എന്ന ശ്രദ്ധേയമായ രചനകളാണ്. എറിയാട് കേരളവർമ്മ ഹൈസ്കൂളിന്റെ 100ാം വാർഷികാഘോഷം സുവനീറിൽ അബ്ബ പറഞ്ഞത് എന്ന കഥയും എറിയാട് ശിശുവിദ്യാ പോഷണി സ്കൂളിന്റെ 100ാം വാർഷിക സ്മരണികയിൽ ഓർമ്മയുടെ പടവുകൾ എന്ന കവിതയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നസീറയാണ് സിദ്ദിഖിന്റെ ഭാര്യ. യാസിർ മുഹസിൻ, സുഹൈന ഷാജഹാൻ എന്നിവർ മക്കളാണ്. തൊഴിലിന്റെ തിരക്കുകൾക്കിടയിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുത്തുമായി സജീവമാണ് സിദ്ദിഖ് അമ്പലപ്പുഴ. കെട്ടിട നിർമ്മാണ മേഖലയിൽ 50ലധികം തൊഴിലാളികളുടെ മേസ്തിരിയായി പണിയെടുക്കുമ്പോഴും മനസ്സിൽ അടുത്ത കഥയ്ക്കുള്ള കൂട്ടൊരുക്കുകയാണ് സിദ്ദിഖ്. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. You're watching True Line News.